നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിന്നും സദാശിവൻ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. സർ, വാനപ്രസ്ഥത്തെക്കുറിച്ച് സാറ് ചെയ്ത പ്രഭാഷണം വളരെയധികം ഉപകാരപ്രദമായി. അപ്പോൾ എനിക്കൊരു സംശയം, ഇവിടെ മനസ്സാകുന്ന വനത്തിലേക്ക് പോകണം എന്നല്ലേ ഉദ്ദേശിച്ചത്? അവിടെ കാമക്രോധമത മാത്സര്യങ്ങളാകുന്ന മൃഗങ്ങളുണ്ടല്ലോ, അവയെല്ലാം ഹനിച്ച് മനസ്സ് ശുദ്ധമാക്കണം എന്നൊരർത്ഥം എടുത്താൽ അത് ശരിയാകുമല്ലോ. ശാരീരികമായ വനപ്രവേശം അല്ല, ആന്തരികമായ വനപ്രവേശനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ വല്ല തെറ്റുമുണ്ടോ? നമുക്ക് നമ്മുടെ മനസ്സിൽ ചില സത്യധർമാദികളും ചില ജന്മനാ ചില ജ്ഞാനങ്ങളും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നാണല്ലോ പറയുന്നത്. എൻ്റെ ഈ ശരീരത്തിനകത്തുള്ളത് സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. അപ്പം ആ ബ്രഹ്മത്തിനെ ഉണർത്താൻ പാകത്തിലുള്ള എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് ഉണർന്നുകൊണ്ടേയിരിക്കും. ഇപ്പം താങ്കൾ ചിന്തിച്ച രീതി ശരിയായ രൂപത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്. ഇവിടെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഉണ്മയെന്തോ അതാണ് പ്രകടമാകുക. ഉദാഹരണത്തിന്, ഒരു ഗുരു തൻ്റെ 2 ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, 2 മുറി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ 2 മുറിയും നിങ്ങൾ നിറയ്ക്കണം. എന്തുകൊണ്ട് നിറയ്ക്കണമെന്ന് നിറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലായി 2 മുറിയും നിറയ്ക്കുകയാണല്ലോ. ഒരു ശിഷ്യൻ ആ നാട്ടിൽപ്പെട്ട സകല സാധനങ്ങളും തോണ്ടിക്കൊണ്ടുവന്ന് മുറിയിലിട്ട് അടച്ചു. അതിൽ നല്ല കാര്യങ്ങളുണ്ട്, ചീഞ്ഞ കാര്യങ്ങളുണ്ട്, എല്ലാം കൊണ്ടുവന്ന് അടച്ചു, അതിൽ കൂട്ടി നിറച്ചു വെച്ചു. രണ്ടാമത്തെ ശിഷ്യൻ നിറയ്ക്കാന്നല്ലേ പറയുള്ളൂ. അയാൾ കുറേ ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ ഒന്ന് കത്തിച്ചു വെച്ചു, എന്നിട്ട് വാതിലടച്ചു. ഗുരു വന്ന് നോക്കി, 2 നിറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മറ്റൊന്ന് സുഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതാണ്. ഇപ്പം ഇവിടെ നിറയ്ക്കണം എന്ന് പറഞ്ഞ സമയത്ത് 2 പേരും ഉൾക്കൊണ്ടതും 2 പേരുടെയും ഉള്ളിലുള്ള ഉണ്മ അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിൽ സാത്വികമായ ഭാവമാണ് ചന്ദനത്തിരിയും കർപ്പൂരവും കത്തിച്ച് സുഗന്ധം കൊണ്ട് ആ മുറി നിറച്ച ശിഷ്യനുള്ളത്. ഇതേപോലെയാണ് എല്ലാവരും. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിനെ ഏതൊക്കെ രീതിയിൽ വേണം വ്യാഖ്യാനിക്കുക എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഉള്ളിൽ ബ്രഹ്മമുണ്ട്. ആ ബ്രഹ്മത്തിൻ്റെ സത്തായ ഭാവത്തെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതാണ് നമ്മുടെ എല്ലാം ശാരീരികമായ കാര്യമല്ല. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. ഈ ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഗുണകർമ്മ വിഭാഗശ, ഗുണകർമ്മങ്ങൾ കൊണ്ടാണ്, അല്ലാതെ ജാതി കൊണ്ടല്ല. മനസ്സിലായി? ഒരാളുടെ ഗുണം, അവൻ എത്ര ഉന്നത കുലത്തിൽ ജനിച്ചാലും സംസാരിക്കുന്നത് മ്ലേച്ഛമായ ഭാഷ, ചെയ്യുന്നത് മ്ലേച്ഛമായ കാര്യങ്ങൾ, അവിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങൾ, അവനൊരിക്കലും ബ്രാഹ്മണനല്ല. അവൻ ശൂദ്ര സമുദായമാണ്, ശൂദ്ര സമൂഹമാണ്. കാരണം അജ്ഞാനമാണ്, അത് ജാതിയല്ല. ഇവൻ എത്ര ഉയർന്നവനാണെങ്കിലും. അപ്പം മാനസികമായ നിലപാടാണ് എല്ലാറ്റിലും സ്വീകരിക്കേണ്ടത്. ഇവിടെ ചതുരാശ്രമം എന്ന് പറയുമ്പോഴും ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം എന്നിത് എടുത്തു നോക്കുകയാണെങ്കിലും നമ്മൾ ബാഹ്യമായ കാര്യമല്ല നോക്കേണ്ടത്. ബ്രഹ്മചര്യം പഠിക്കുന്ന പഠന കാലഘട്ടമാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി പഠിക്കാൻ അർഹനായിരിക്കണം. അവൻ മനസ്സിനെ ഏകാഗ്രമായി വയ്ക്കാൻ കഴിവുള്ള ആളായിരിക്കണം. വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ വേർപെടുത്തിയവനായിരിക്കണം. അതുകൊണ്ടാണ് ബ്രഹ്മചാരി എന്ന് പറയാൻ കാരണം, പഠിക്കുന്ന കാലഘട്ടത്തിന്. ഇനി ഗൃഹസ്ഥാശ്രമം ഇവിടെയും തന്നെ സത്യധർമാദികളെ മുൻനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. തൻ്റെ ജീവിതത്തിൽ
തൻ്റെ ജീവിതത്തെ സന്തതി പരമ്പരയെ മുറിക്കാതിരിക്കുക. പ്രജാതന്തും മാമവൽസ്യൽസി എന്ന് തൈത്തിരിയോഗനിഷത്ത് പറയുന്നു. സന്തതി പരമ്പരയെ മുറിക്കാതിരിക്കുക. അപ്പം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുക, ഏകപത്നീവ്രതത്തിലാവുക. അതിനാണ് രാമൻ്റെ കഥ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥം നമ്മുടെ പ്രാരബ്ധങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശാലമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഇനി മോക്ഷത്തിനാവശ്യമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മോക്ഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അപ്പോഴാണ് പറ്റിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലാണ് വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് സന്യാസം. സന്യാസം എന്ന് പറഞ്ഞ സത്യത്തിൽ എല്ലാം ഒഴിവാക്കുക, ശരീരം തന്നെ ഒഴിവാക്കുക എന്ന അർത്ഥമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എല്ലാം ഒഴിവാക്കുക. എല്ലാം ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? ശരീരം പോലും ഒഴിവാക്കണം. കാരണം ശരീരമുണ്ടെങ്കിൽ എന്തെങ്കിലും ചിലതൊക്കെ ഉണ്ടായിരിക്കും, മോഹങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നു, എനിക്കും ചില മോഹങ്ങളുണ്ട്. എന്താ മോഹം? പേരക്കുട്ടിയെ എടുത്തൊന്ന് കളിക്കുക, അതൊന്ന് താലോലിക്കുക എന്നിത്യാദി മോഹങ്ങൾ എനിക്കുണ്ട്. ഈ മോഹങ്ങളുള്ളവൻ എങ്ങനെയാണ് സന്യസിക്കുക? പറ്റില്ല. അപ്പം എന്ത് വേണം? അപ്പം ആ മോഹം പോകണമെങ്കിൽ ശരീരം തന്നെ ഇങ്ങ് പോകണം. ശരീരം തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവ് സ്വതന്ത്രമായി. അതാണ് ശരിക്കും സന്യാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ സന്യാസം എല്ലാം ഒഴിവാക്കാൻ കഴിയില്ലല്ലോ. എന്ത് ഒഴിവാക്കാൻ കഴിയും? കഴിയില്ല. എവിടെയെങ്കിലും ഒരു ആഗ്രഹങ്ങൾ, കാമം കാണില്ല. ഭക്ഷണത്തിലോ സംസാരത്തിലോ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ കാണാതിരിക്കില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് സന്യാസമല്ല. സന്യാസിക്ക് എല്ലാം ഒഴിവാക്കുക. എല്ലാം ഒഴിവാക്കണമെങ്കിൽ ആ എല്ലാം ഉള്ളതിന് ആധാരമായ ഈ ശരീരത്തെ അങ്ങോട്ട് ഒഴിവാക്കണം. പഞ്ചഭൂതാത്മകമായ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങിയ ഈ ശരീരത്തെ അങ്ങോട്ട് ഒഴിവാക്കുക. അപ്പം സന്യാസമായി. ഇതാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും ഓരോ മനസ്സിലൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനത്തിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കുക. എൻ്റെ ജ്ഞാനം ശരിയായ ജ്ഞാനമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് സന്യാസം എല്ലാം ഒഴിവാക്കണമെങ്കിൽ ശരീരം തന്നെ ഒഴിവാക്കണം. പിന്നെ സന്യാസം എന്നുള്ളതിന് അതല്ല അർത്ഥം, ഇതാണ് അർത്ഥം എന്നൊക്കെ ഓരോരുത്തർ പറയും. ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. എല്ലാം ഒഴിവാക്കുക എന്നാണെങ്കിൽ, എല്ലാം ഒഴിവാക്കണമെങ്കിൽ എല്ലാം ഉള്ള ഈ ശരീരം ഒഴിവാക്കണം. ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. ഒരു പരിധിയുണ്ട്. പരിധിയില്ലാതെ ഒഴിവാക്കണമെങ്കിൽ ശരീരത്തെ അങ്ങ് ഒഴിവാക്കണം. അതാണ് സന്യാസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റാകാം, ശരിയാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ശരി, എൻ്റെ അറിവിനനുസരിച്ച്. നന്ദി, നമസ്കാരം.